ഇനി നമുക്ക് സദ്യക്ക് വിളമ്പാറുള്ള പുളിയിഞ്ചി തയ്യാറാക്കാം. പുളിയിഞ്ചിക്ക് ഭാഷാന്തര വ്യത്യാസങ്ങളുണ്ട്. ചിലയിടത്ത് ഉണ്ടാക്കുന്ന രീതിക്കും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പുളിയിഞ്ചി തയ്യാറാക്കാൻ ആദ്യം തന്നെ ഞാൻ കുറച്ച് പുളി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചു. പിന്നെ ഇഞ്ചി പച്ചമുളക് തയ്യാറാക്കി വെച്ചു. പിന്നെ കുറേ അധികം കറിവേപ്പില പറിച്ചുകൊണ്ട് വന്ന് വെച്ചു. ഇഞ്ചിയും പച്ചമുളകും ഞാൻ ചോപ്പറിൻ്റെ സഹായത്തോടു കൂടിയാണ് അരിഞ്ഞെടുത്തത്. കാരണം കൈ നീറിയിട്ട് പിന്നെ ഒരു പണിയും നടക്കില്ല. അതുകൊണ്ട് അതങ്ങനെ അരിഞ്ഞു മാറ്റി വെച്ചു. പുളിയിഞ്ചി തയ്യാറാക്കാനായിട്ട് ആദ്യം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പുളി നല്ലോണം പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് മാത്രം എടുത്ത് മാറ്റി വയ്ക്കുക. പിന്നെ ഗ്രേറ്റ് ചെയ്ത് ഇഞ്ചി പച്ചമുളക് പിന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിവേപ്പില. ചൂടായ പാനിലേക്ക് കുറച്ച് എള്ളെണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഉപയോഗിക്കാം. കടുക് വറുത്തിടുകയാണ് വേണ്ടത്. കടുകും ചുവന്ന മുളകും നല്ലോണം പൊട്ടിയതിന് ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ഇഞ്ചി പച്ചമുളക് കറിവേപ്പില എന്നിവ ചേർത്ത് ഇളക്കുക. നല്ലോണം അതും വഴന്നു വന്നതിന് ശേഷം നമുക്ക് പുളിവെള്ളം ഒഴിക്കാം. അങ്ങനെ പുളിവെള്ളം തിളയ്ക്കാൻ തുടങ്ങുമ്പോഴേക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും 1.5 ടീസ്പൂൺ ഉലുവയുടെ പൊടി ഇതും ചേർക്കാം. പിന്നെ ചിലരിതിൽ മുളക് പൊടി ചേർക്കാറുണ്ട് കേട്ടോ. കാരണം എരിവ് ആണെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പച്ചമുളകിനും ഇഞ്ചിയുടെയൊക്കെ എരിവ് നല്ലോണം ഉണ്ടെങ്കിൽ പിന്നെ മുളക് പൊടിയുടെ ആവശ്യമില്ല. പിന്നെ നമുക്കൊരു 2-3 അച്ച് ശർക്കര ചേർക്കാം. ഞാൻ മറയൂർ ശർക്കര പൊടിച്ചിട്ടാണ് ചേർത്തത് കേട്ടോ. ഇനി ഇതിങ്ങനെ കുറുകി വറ്റി വരണം. പിന്നെ ഇതിന് ഈ പുളിയിഞ്ചിക്ക് ഭാഷാന്തര വ്യത്യാസങ്ങളുണ്ട് എന്ന് പറഞ്ഞില്ലേ, അത് ഭാഷയ്ക്ക് തന്നെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ പുളിയിഞ്ചി എന്ന് ചിലയിടത്ത് പറയും, ചിലയിടത്ത് ഇഞ്ചിപ്പുളി എന്ന് പറയും. പിന്നെ ഇതിൻ്റെ കൺസിസ്റ്റൻസിയിൽ ഉണ്ടാവുന്ന വ്യത്യാസം. പിന്നെ ചിലയിടത്ത് ശർക്കര ചേർക്കും, ചിലയിടത്ത് ശർക്കര ചേർക്കില്ല. അങ്ങനെ ഞാൻ ശർക്കര ചേർത്ത് വറ്റിച്ച് വെച്ചിട്ടുള്ള പുളിയിഞ്ചിയാണ് ഇത്. കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. എല്ലാവരും ഉണ്ടാക്കും കേട്ടോ.